ഞാൻ ഇവിടെ നിങ്ങളുടെ കോമൺ യൂട്യൂബർ പറയുന്നതിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വേറൊന്നും ചെയ്യണം. നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, നേരെ പോയി ഒരു ക്രൗഡിന് മുമ്പിൽ കയറി സംസാരിച്ചാൽ മതി. നിങ്ങൾ ഇൻട്രോവേർട്ട് എല്ലാം മാറും. സംസാരിക്കണം. നോ 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 നോ. അങ്ങനെയുള്ള ഒരു പൊട്ടത്തരവും ഞാൻ നിങ്ങളോട് പറയത്തില്ല. കാരണം അങ്ങനെയുള്ള ഒരു അഡ്വൈസിനും ഒരു ലോജിക്കും ഇല്ല, ഒരു ഐഡിയയും ഇല്ല. ഐ വിൽ ടെൽ യു എക്സാക്ട്ലി വാട്ട് ടു ഡു. കാരണം ഞാൻ അങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ഒരു കൈ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വെക്കേണ്ടത്, ഒരു പബ്ലിക് പ്ലേസിൽ പോയി എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ഒരു 4 പേരോട് ഒരു കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ലോജിക്കലായിട്ട് സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത, ഒരു കല്യാണത്തിന് പോലും പോകാൻ പേടിയായിട്ടുള്ള ഇരുന്ന ഒരാളാണ് ഞാൻ. സോ അതിൽ നിന്നും എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ഞാൻ പബ്ലിക്കിലേക്ക് സംസാരിക്കാൻ എനിക്കിപ്പോ പറ്റും. ഒരു 10 മിനിറ്റ് ഒരു 50 പേരെയും ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് ആ ടോപ്പിക് എടുക്കും. അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം ഞാൻ ഈ റാറ്റിൽ നിന്നും ഈ ഈഗിളിലേക്ക് എന്റെ ഹാർഡ് വർക്ക് കൊണ്ട്, എന്റെ ഡിസിപ്ലിൻ കൊണ്ട്, എന്റെ സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ട്, എന്റെ പുതിയ ഓപ്പർച്യൂണിറ്റി കൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി. നിങ്ങൾ ഇപ്പോൾ റാറ്റിന്റെ ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ ഐ വിൽ ടെൽ യു എക്സാക്ട്ലി വാട്ട് ടു ഡു. ബ്രിങ് എ പെൻ ആൻഡ് പേപ്പർ. ഇമാജിൻ ദിസ്. ഇപ്പൊ സമയം 4:30 ആവാൻ പോകുന്നു. ഞാനും എന്റെ ഫ്രണ്ടും കൂടെ 1 മണി തൊട്ട് ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്യുക. എന്റെ ഒരു ഗേൾ ഫ്രണ്ട്, ഞാൻ നോക്കുന്ന ഒരു കൊച്ചുണ്ട്, അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ആ ചൂടത്ത് 1 മണി തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ ആ സമയത്ത് 10ലായിരുന്നു, അവളെന്ന് പറയുന്നത് +1-ലായിരുന്നു, അവിടെ അനിയത്തി 10ലായിരുന്നു. സോ അങ്ങനെ ഒരു കോമ്പിനേഷനാണ്. അപ്പൊ അവര് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ നടന്നവരും ഞങ്ങൾ ഇങ്ങനെ നടന്നവരും സംസാരിക്കും എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക. സമയമായി, ഇപ്പൊ 4:30 ബെല്ലടിച്ചു. ഞങ്ങളെല്ലാം പറഞ്ഞു, എന്റെ ഫ്രണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, പറയണം, ഇപ്പൊ തന്നെ സംസാരിച്ചേ പറ്റൂ. ഓണ സമയമായിരുന്നു. അപ്പൊ ഞാൻ ഉടുപ്പും മുണ്ടും ഒക്കെ കൊടുത്ത് വലിയ ഷോ കാണിച്ചോണ്ട് ഇങ്ങനെ മുണ്ട് സൈഡിൽ പിടിച്ചോണ്ട് ഇങ്ങനെ നടന്നു പോവാം. അപ്പൊ കുറെ വായി നോക്കുന്നവരോട് ഇപ്പോൾ എല്ലാം വിട്ടു, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ 2 വശമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ വഴി കൂടെ ഇറങ്ങി, അവൾമാർ ഈ വഴി കൂടെ ഇറങ്ങി, അവളും അവിടെ അനിയത്തിയും കൂടെ. ഞങ്ങളിങ്ങനെ നടക്കും. ഞങ്ങളിങ്ങനെ അടുത്തോട്ട് നടന്നു വന്നു. അപ്പൊ എനിക്ക് എന്റെ കാല് വിറയ്ക്കുന്നുണ്ട്, എന്ന് സംസാരിക്കണമെന്നുണ്ട്, ഞാൻ അവള് നോക്കുന്ന പോലും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത് വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വേണ്ട ഞാൻ അവനോട് പറയുന്നത്, അവൻ എന്നെ നല്ലോണം പുഷ് ചെയ്യുന്നുണ്ട്, പറ പുഷ് ചെയ്യുന്നുണ്ട്. അടുത്ത് വന്നു, തൊട്ടടുത്ത് വന്നു. ഇപ്പൊ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഞാൻ എന്തോ ചെയ്തതെന്ന് നിങ്ങൾക്കറിയണം? ഒരു വഹ പോലും മിണ്ടാതെ അവൾ അവിടെ പാട്ടിന് പോയി, ഞാൻ നേരെ. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ നോക്കിയൊരു നോട്ടമാണ്. അന്ന് ഞാൻ നിർത്തിയതാണ് ഈ പരിപാടി. പ്രപ്പോസ് ചെയ്യുന്നതല്ല, പെൺപിള്ളേരോട് സംസാരിക്കുന്നതല്ല, ഓപ്പണായിട്ട് പബ്ലിക്കിൽ സംസാരിക്കുന്ന കാര്യവുമല്ല ഞാൻ നിർത്തിയത് എന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഇൻട്രോവേർട്ട്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം. ഒരാളോട് ലോജിക്കലായിട്ടൊരു കാര്യം പറഞ്ഞു പ്രസന്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഭയം, ഫിയർ, പേടി, എന്റെ ഉള്ളിലുള്ള ആ പേടി, അതിനെയാണ് ഞാൻ ആ നിമിഷം മുതൽ നിർത്താൻ ശ്രമിച്ചത്. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാവർക്കും ലൈഫിൽ ഉള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ച് ഭയങ്കര നിങ്ങൾ വ്യത്യാസപ്പെട്ട ഒരാളാണ്, ഞാൻ ഇങ്ങനെ ഒരാളാണ്, എനിക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല, നോ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്ക് നിങ്ങളെ നല്ല പോണം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഇത് ഒരു പ്രോബ്ലമോ രോഗമോ അങ്ങനെ ഒരു തേങ്ങയോ മാങ്ങയോ ഒന്നുമല്ല. ബാക്കിയുള്ളവർ പറയുന്നത് ഒന്നും നിങ്ങൾ കേൾക്കാൻ പോകണ്ട. ഇതിന്റെ ഒരു 1000 വീഡിയോ തന്നെ ഈ ടോപ്പിക്കിൽ കാണും, അത് നിങ്ങൾ കേൾക്കാനും പോകണ്ട. ഈ ഒരു വീഡിയോ കൊണ്ട് കറക്റ്റ് ലോജിക്കലായിട്ട് എക്സാക്ട്ലി നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയത്തില്ല ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഇറങ്ങി നടക്കണം, നിങ്ങൾ ഒരു ഓഡിയൻസ് നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചാടി വീണ് സംസാരിക്കണം, നിങ്ങൾ ആരാ, നിങ്ങൾ പൊട്ടര, അങ്ങനൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഞാൻ ഇൻബോൺ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ. സോ എനിക്കറിയാം എന്താണ് ഇൻട്രോവേർട്ട്നെസ്, അതിനകത്ത് കിട്ടുന്ന ഒരു കംഫർട്ട് എല്ലാം എനിക്കറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ ബ്രോ പറയുന്നത്, ഇൻട്രോവേർട്ടിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, എക്സ്ട്രോവേർട്ടിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. സോ നിങ്ങൾ നിൽക്കേണ്ടത്, ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയത്തില്ല നിങ്ങൾ ഫുൾ ഇൻട്രോവേർട്ട് ആയി പോകണം, നിങ്ങൾ ഫുൾ എക്സ്ട്രോവേർട്ട് ആയി പോകണം എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു സ്റ്റേജ് ആംബിവേർട്ട്നെസ്. എന്തെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ഇൻട്രോവേർട്ട് ആണ്, ഇവിടെ നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആണ്, ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്. എനിക്ക് സ്വിച്ച് ഇട്ടതുപോലെ എനിക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുക 100 പേരെ എനിക്ക് തരും, ഒരു ടോപ്പിക്ക് തരും, ഒരു 10 മിനിറ്റ് തരുവാണെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് അവരെ എല്ലാം കൈയെടുക്കുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തിരിക്കും, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും, എൻഗേജ് ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും. അതിനെനിക്ക് പറ്റും. അതുപോലെ തന്നെ ഒരു പണിയും ചെയ്യാതെ ഈ വീട്ടിനകത്ത് ഇങ്ങനെ എന്റെ കാര്യം മാത്രം നോക്കി ഈ റൂമിനകത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ അത് എന്റെ എല്ലാ ഫോക്കസും കൊടുത്ത് എനിക്ക് അതിനകത്ത് നിന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഒരു കറക്റ്റ് വേയിൽ കൊണ്ടുവരാനും എനിക്ക് പറ്റും. ദാറ്റ് ഈസ് എ പവർ ഓഫ് ബീയിങ് എ ആംബിവേർട്ട്. സോ നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ വലിയൊരു സംഭവമൊന്നുമല്ല.
ഓക്കെ, നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളും വലിയൊരു സംഭവമൊന്നുമില്ല. വലിയൊരു സംഭവം ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് 2 കാറ്റഗറി ആണെങ്കിലും നിങ്ങൾ വേണ്ടത് ആംബിവേർട്ട് ആവുക എന്നതാണ്. സ്വിച്ച് ഇട്ട പോലെ മാറാൻ പറ്റും. ഇൻട്രോവേർട്ട് ആവാനും പറ്റും, സ്വിച്ച് ഇട്ട പോലെ എക്സ്ട്രോവേർട്ട് ആവാൻ പറ്റും. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ് ടു ഡു. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ബ്രോ പറയുന്ന എല്ലാം ശരിയാണ്, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, എനിക്ക് വെളിയിൽ പോയി സംസാരിക്കാനുള്ള ഭയമുണ്ട്, ഒരു കല്യാണം ഇപ്പൊ വീട്ടുകാർ പറയാം, മോയുടെ മോനെ നാളെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ നാളെ പോണോ, അവരെന്തെങ്കിലും പറയും, മാവന്മാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, അവർ ജോലി കിട്ടിയോ എന്ന് ചോദിക്കൂ, അപ്പൊ ഞാൻ ഏത് ഡ്രസ് ഇടും, ഞാൻ ഡ്രസ് ഇട്ട് കൊള്ളാമോ, അവൾ എന്നെ നോക്കി എന്താ പറയും, ഇങ്ങനെയുള്ള വെറുതെ തിങ്ക് ചെയ്ത് നിങ്ങൾ ഇരിക്കും. അതല്ല വേണ്ടത്. നിങ്ങൾ പ്രധാനപ്പെട്ട ചെയ്യേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. ഞാൻ ഈ 3 ആക്ഷനബിൾ സ്റ്റെപ്പേ നിങ്ങളോട് ചെയ്യാൻ പറയുന്നുള്ളൂ. ഈ 3 ആക്ഷനബിൾ സ്റ്റെപ്പ് അൺബ്രേക്കബിൾ ആണ്. ഇതുപോലെ തന്നെ ചെയ്തിരിക്കണം. നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തിരിക്കണം. 1, ഗീവ് ഐ കോണ്ടാക്ട്. നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഡോണ്ട് ലൈ ടു മീ, ഡോണ്ട് ഓവർ സ്മാർട്ട് മീ. നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗീവ് ഐ കോണ്ടാക്ട്. ഒരു പേഴ്സണെ നമ്മൾ കാണുവാണെങ്കിൽ അതൊരു മനുഷ്യനാണ്. നമ്മൾ അവർക്ക് ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഐ ആണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ഐ എന്ന് പറയുന്നത്. സോ ഗീവ് ദം എ ഐ കോണ്ടാക്ട്. നമ്പർ 1, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഗേൾ ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ടീച്ചറിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വക്കീലിനെ കാണാൻ പോവുകയാണെങ്കിൽ, ഫസ്റ്റ് നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഗീവ് ഡയറക്റ്റ് ഐ കോണ്ടാക്ട്. ഞാൻ പറയുന്നത് വിയർഡ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കിയാൽ പല പെണ്ണുങ്ങളെ അടി കിട്ടും. സോ അങ്ങനെ നോക്കിയല്ല നിൽക്കേണ്ടത്. ഞാൻ പറയുന്നത് അതിനൊരു കാര്യമുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ പേടി, ഈ ഐ കോണ്ടാക്ട് കൊടുക്കാനുള്ള പേടി മാറ്റിയിരിക്കണം. സോ എങ്ങനെ നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് നോക്കാനുള്ള പേടി മാറ്റാൻ പറ്റും? ഐ വിൽ ടെൽ യു, ഡോണ്ട് വറി. ഇത്രയേ ഉള്ളൂ. ഒരു മെട്രിക്സ് എടുക്കുക. ഞാൻ എന്റെ ഇൻട്രോവേർട്ട് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ചെയ്ത എനിക്ക് ഏറ്റവും കൂടുതൽ ബലപ്പെട്ട ഒരു 10,000 രൂപയ്ക്ക് എനിക്ക് സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഞാൻ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് 10,000 രൂപയ്ക്ക് ഈ കാര്യം സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ട്രാക്ക് ഇറ്റ്. നിങ്ങൾ രാവിലെ എണ്ണിച്ചിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്കറിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആംബിവേർട്ട് എന്നൊരു ബോക്സ് ഉണ്ടായിരിക്കണം. അതിനകത്ത് എല്ലാ ദിവസവും ടിക്ക് ഇടുകയും വേണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എത്ര പേര് ഇന്ന് നിങ്ങൾ രാവിലെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ എത്ര പേർക്ക് നിങ്ങൾ ഐ കോണ്ടാക്ട് കൊടുത്തു? അത് വിയർഡ് ആയിട്ടുള്ള ഐ കോണ്ടാക്ട് അല്ല, അവര് നോക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഐ കോണ്ടാക്ട് അല്ല. ഡോണ്ട് ഫൂൾ യുവർ സെൽഫ്. ഓക്കെ, ഡോണ്ട് ഫൂൾ യുവർ സെൽഫ്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഐ കോണ്ടാക്ട് കൊടുത്തു. അതിന് ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ഐ കോണ്ടാക്ട് കൊടുത്തു, ആ കാര്യങ്ങൾ കൊടുക്കണം. മിനിമം ഒരു 5 പേർക്കെങ്കിലും, സിമ്പിൾ ബ്രോ, കമോൺ ബ്രോ, ഒരു 5 പേർക്കെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഐ കോണ്ടാക്ട് കൊടുത്തിരിക്കണം. ഐ ആം ടെല്ലിങ് യു, നിങ്ങളുടെ ഇൻട്രോവേർട്ട്നെസ് പമ്പ കടന്നു പോയിരിക്കും. സോ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഐ കോണ്ടാക്ട് എടുത്തു. ഐ കോണ്ടാക്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തുറിച്ചു നോക്കരുത്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്, അങ്ങനല്ല ചെയ്യേണ്ടത്. അപ്പം അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറയും? നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ഒരാൾക്ക് ഐ കോണ്ടാക്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ എന്താണ് ചെയ്യേണ്ടത്? വെട്ടിച്ചിങ്ങനെ മുഖം മാറ്റുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യുന്ന ഇപ്പൊ അങ്ങനെയാണ്. അതെങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആരെങ്കിലും മുഖത്ത് നോക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് ഇമാജിൻ ചെയ്തു, നിങ്ങൾ ഡോപ്പും ഡീറ്റോക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം അറിയാം. നിങ്ങൾ എവിടെങ്കിലും പോയിരിക്കും, ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ എവിടെങ്കിലും പോയിരിക്കും, ആശുപത്രി പോയിരിക്കും, അല്ലെങ്കിൽ എവിടെങ്കിലും പിള്ളേർ കൂടെ പോവുക, കല്യാണത്തിന് പോയിരിക്കും, എല്ലാരും ഇങ്ങനെ അല്ലേ? നോക്കൂ, നിങ്ങൾ ട്രെയിനിൽ കയറി ഇരിക്കുക, നോക്കൂ, ഇങ്ങനെ ഒറ്റൊരുത്തനും ഒരുത്തികൾ പോലും അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഇവരെവിടെ ഇരിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ ഗീവ് എ ഐ കോണ്ടാക്ട്. അങ്ങനെ അല്ലാത്തവരുണ്ട്, അവർക്ക് ഐ കോണ്ടാക്ട് കൊടുക്കുക ആൻഡ് സ്മൈൽ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരാൾക്ക് ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് ജസ്റ്റ് സ്മൈൽ ചെയ്യുക. അവരുടെ കയ്യിൽ നിന്ന് സ്മൈലിംഗ് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യില്ല. ഇതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കും. എല്ലാവരും ഈ ഇൻട്രോവേർട്ട്നെസ്സിൽ തന്നെ കുടുങ്ങിയിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവര് ചിരിക്കത്തില്ല. അവർക്കല്ല ഈ കാര്യങ്ങൾ വേണ്ടത്, അവർക്കല്ല ഇമ്പ്രൂവ് ആവേണ്ടത്, നിങ്ങൾക്കാണ് ഇമ്പ്രൂവ് വേണ്ടത്. നിങ്ങളുടെ ഫ്രണ്ട്സിനല്ല ഇമ്പ്രൂവ് ആവേണ്ടത്, നിങ്ങളുടെ വീട്ടുകാർക്കല്ല ഇമ്പ്രൂവ് ആവേണ്ടത്, നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ മാമൻ എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ജോലി കിട്ടിയെന്ന്, ആ മാമനല്ല ഇമ്പ്രൂവ് ആവേണ്ടത്.
നിങ്ങൾക്കാണ് ഇമ്പ്രൂവ് വേണ്ടത്. സോ യു നീഡ് ടു ടേക്ക് ആക്ഷൻ. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുത്തിരിക്കണം. സോ ഒരാളുടെ കണ്ണിൽ തന്നെ നോക്കുക, ആ കോണ്ടാക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് മൈൻഡ്. അവര് ചിരിക്കോ, അവര് ചിരിക്കായിരിക്കും, അവര് കൊങ്ങരം കുത്തി കാണിക്കോ, മൈൻഡ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഉണ്ടോ? ടെൽമി, നിങ്ങൾക്ക് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർക്കാണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾക്കാണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? നിങ്ങൾക്കാണ്. സോ അവര് ചിലപ്പം മുഖം വെട്ടിച്ച് അവരുടെ പ്രശ്നമാണത്. അവരുടെ പ്രശ്നമാണ്. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല അത്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട്, ഞാൻ 5 പേരെ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം എന്നുള്ളത്. സോ നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. സോ നോക്കുക, ചിരിക്കുക, ജസ്റ്റ് മൈൻഡ്. സോ ഈ 2 കാര്യത്തിന്റെ പവർ നിങ്ങൾ ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇതിനകത്തൊന്നും ഇല്ലല്ലോ, ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമാണല്ലോ, സാധാ എന്റെ ഇന്റർവേർട്ട്നെസ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ നേരെ പോയി സംസാരിക്കണം, നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം. നോ, അങ്ങനെ ഒരു ക്രാപ്പും ഒരു സാമാനവും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ലോജിക്കലായിട്ട് ഇന്ന് തന്നെ ഈ നിമിഷം നിങ്ങളുടെ വീട്ടുകാരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 കാര്യങ്ങൾ. എന്തൊക്കെ? ഗീവ് ഐ കോണ്ടാക്ട് ആൻഡ് ജസ്റ്റ് സ്മൈൽ. സ്മൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യോ ഞാൻ എങ്ങനെ ചിരിക്കും, അവരെന്തോ വിചാരിക്കും, ഒറ്റ നിന്റെ തലയ്ക്ക് തരണ്ട വരും. ഇപ്പൊ നിങ്ങൾ തന്നെ അടിക്കുക. ഓക്കെ, ഞാനിപ്പോ സ്ക്രീനിൽ കൂടെ അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ മന്ദബുദ്ധിയായ ബ്രെയിൻ നമുക്കുണ്ട്, റാറ്റ് ബ്രെയിൻ. ഓക്കെ, നമ്മൾ ഇത്രയും നാൾ ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ആ റാറ്റ് ബ്രെയിൻ ആണ് ബ്രോ നിങ്ങളെ കൊണ്ട് അങ്ങനെ തിങ്ക് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് തിങ്ക് ചെയ്യാൻ 2 സെയിമാണ്, നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ബ്രോ ഒന്ന് ഇമാജിൻ ചെയ്തു, നമ്മൾ രണ്ടും ഇങ്ങനെ ചെയ്യുക, നമ്മൾ രണ്ടും ഈ കാര്യം രണ്ടും ചെയ്യുക. നിങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇപ്പം മുതൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അപ്പം മുതൽ നിങ്ങൾ ഐ കോണ്ടാക്ട് കൊടുക്കുന്നു, നിങ്ങൾ സ്മൈൽ ചെയ്യുന്നു. ബ്രോ ഈ 2 കാര്യങ്ങൾ, നിങ്ങൾ ഇന്റർവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 60%, 100% നമ്മൾ എടുക്കുകയാണെങ്കിൽ 60% നിങ്ങൾ വിൻ ആയി കഴിഞ്ഞു. ഈ 2 കാര്യങ്ങൾ, വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല. ഈ 2 കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 60% നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ജസ്റ്റ് 40% മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഇൻട്രോവേർട്ട്നെസ് എന്നേക്കും മാറ്റാൻ. ഞാൻ പറഞ്ഞു, ഇതൊരു ഡീറ്റെയിൽ ആണ്. ഇതൊരു 5 പേരെ തന്നെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരാളെ ചെയ്തു, അയ്യോ അയാള് എന്നെ നോക്കിയില്ല, അയാൾ തല വെട്ടിച്ചു പോയ, തല തിരിച്ചു പോയ, അയാൾ എന്നെ ക്രൂശിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, അവരെന്ത് ഫീഡ്ബാക്ക് തരുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരിപ്പോ ഇങ്ങനെ ചിരിച്ചാൽ പോലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളെ ബാധിക്കുന്ന കാര്യം, ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ. സോ അത് മനസ്സിലാക്കിയിട്ട് ഈ 2 കാര്യങ്ങൾ ബ്രോ ഒരു അയൺ ഗ്ലാഡഡ് കാര്യങ്ങളാണ്. അല്ലാതെ ആദ്യം കാണും ഈ എന്ന് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായില്ല? ആദ്യം നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് സ്മൈൽ. അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, 3ാമത്തെ കാര്യം, ഇതൊരു വജ്രായുധം. ഓക്കെ, ഇത് ഞാൻ പറയണോ വേണ്ടേ ഞാൻ കുറെ ആലോചിച്ചു. ബട്ട് ബ്യൂട്ടിഫുൾ, എന്റെ ബ്രെയിൻ ആയതുകൊണ്ട് കുറെ ഇൻഫർമേഷൻ ഉണ്ട്. സോ ഇപ്പൊ എനിക്ക് ഒരു കോഴ്സ് ഇറക്കണമെങ്കിൽ പോലും ദാറ്റ് വിൽ ടെൽ. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുവാണ്, ഗീവ് എ കോംപ്ലിമെന്റ്. വെരി വെരി അട്രാക്റ്റീവ്. ഇഫ് യു വാണ്ട് എ ഗേൾ ഫ്രണ്ട്, ഇഫ് യു വാണ്ട് എ ഗേൾ ഫ്രണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും അട്രാക്റ്റീവ്, അത് നമ്മൾ വിചാരിക്കുന്ന ഇത് ഡാർക്ക് സൈക്കോളജി ഒന്നുമല്ല. ജസ്റ്റ് ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളോട് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു കോംപ്ലിമെന്റ് കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണം. ഇതിന് ആത്മാർത്ഥമായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരാളെ കണ്ടു അയാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കോംപ്ലിമെന്റ് അടിച്ചേക്കാം എന്നല്ല, അങ്ങനെ വർക്ക് ചെയ്തില്ല. ഫീലിംഗ് ആണത്. ഓക്കെ, സോ ഗീവ് എ കോംപ്ലിമെന്റ്. നിങ്ങൾ ഒരു പെൺകുട്ടിയെ കാണുവാനോ ഓക്കെ, അവിടെ കമ്മൽ കൊള്ളാം എന്ന് പറയുക. ഇവിടെ എല്ലാം നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഞാനല്ല. ഇവിടെ എല്ലാം നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയല്ല. ഇവിടെ എല്ലാം നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടുകാരോ അമ്മുമ്മയോ അപ്പൂപ്പനോ ആരുമല്ല. ഇവിടെ എല്ലാം നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഓൺ ബ്രെയിൻ ആണ്. ഓക്കെ, അയ്യോ അത് ചെയ്യേണ്ട അവളെന്ത് വിചാരിക്കും, അവൾ എന്റെ അമ്മായിയുടെ മോൾ, അവളെന്ത് വിചാരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ നിങ്ങൾ എവിടാണോ നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ നിൽക്കത്തേ ഉള്ളൂ. സോ ബ്രോ ഐ എം ടെല്ലിങ് യു, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒരാളെ കാണുമ്പോൾ നാളെ രാവിലെ മുതൽ 5 പേരുടെ കോളം നിങ്ങൾ വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ ടിക്ക് ചെയ്യുന്നു, 2ാമത് നിങ്ങൾ ടിക്ക് ചെയ്യുന്നു, 3ാമത് നിങ്ങൾ ടിക്ക് ചെയ്യുന്നു, 4ാമത് നിങ്ങൾ ടിക്ക് ചെയ്യുന്നതിന്റെ കൂട്ട്. അങ്ങനെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഇരുന്ന് ചുമ്മാ ടിക്ക് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. വെളിയിലോട്ട് പോകുമ്പോൾ ഒരു 5 പേരെ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് അവരുടെ മുഖത്ത് നോക്കുക, ആദ്യം ഐ കോണ്ടാക്ട് കൊടുക്കുക, ജസ്റ്റ് സ്മൈൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട്
വിയേഡ് ആയിരിക്കും, വിയേഡ് ആയിരിക്കും. ഇപ്പം ഒരു രണ്ട് സ്ട്രേഞ്ചേഴ്സ് വരുന്ന ആയിക്കോട്ടെ, അവരെന്ത് വിചാരിക്കും നമ്മൾ തിങ്ക് ചെയ്യും. ബട്ട് നിങ്ങൾ ഇതിന്റെ ഒരു രസം, ഒരു ഫീലിംഗ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ഇനി ഞാൻ വേണമെങ്കിൽ ഐ കോണ്ടാക്ട് കൊടുക്കാം, ഞാൻ സ്മൈൽ ചെയ്യാം. പക്ഷെ ഞാൻ എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യും, ഞാൻ എങ്ങനെ സംസാരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സോഫ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് അറിയാവുന്നവർ കാണുമല്ലോ, ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും, നിങ്ങളുടെ ടീച്ചർമാരായിരിക്കും, നിങ്ങളുടെ ക്ലാസ്സിലുള്ളവരായിരിക്കും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ എൻവയോൺമെന്റിൽ വരുന്നവരായിരിക്കും. ജസ്റ്റ് അവരെ നോക്കുക, ഐ കോണ്ടാക്ട് കിട്ടുക, സ്മൈൽ ചെയ്യുക, ജസ്റ്റ് ഗിവ് എ കോംപ്ലിമെന്റ്. അത് ചെയ്യാലോ, സ്ട്രേഞ്ചേഴ്സിനെ ചെയ്യണ്ട, അറിയാവുന്നവരെ ചെയ്യാലോ, അത് ചെയ്തിരിക്കണം. ഇതിനകത്തും നിങ്ങളുടെ ബ്രെയിൻ എന്തെങ്കിലും പൊട്ടത്തരം കണ്ടുപിടിച്ചോണ്ട് വരും. ഡോണ്ട് ലിസൺ ടു യുവർ ബ്രെയിൻ. മനസ്സിലായോ? സോ ബ്രോ, ഞാൻ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും പറഞ്ഞതിന്റെ കൂട്ട് ഇവിടെ റാറ്റായിട്ടുള്ള ഒരുത്തനുണ്ട്, വണ്ണമൊക്കെ വെച്ച് കാണാനൊന്നും കൊള്ളാത്ത ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട്. ഈഗിൾ ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ള എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഫിഡൻസ് ആയിട്ടുള്ള സിക്സ് പാക്ക് ഉള്ള വലിയ ഡി ഉള്ള കുഞ്ഞു ഡി ഉള്ള ആളുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ, നമ്മൾ രണ്ടും ഒരുമിച്ച് ഈ ട്രെയിനിങ് ചെയ്യാന്ന് വെച്ചോ. നമ്മൾ രണ്ടും ഈഗിളിന്റെ സൈഡിൽ ഇരുന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾ വെച്ചോ ബ്രോ. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. നിങ്ങൾ ഐ കോണ്ടാക്ട് കൊടുക്കുന്നു, നിങ്ങൾ ഒരാളെ കാണുമ്പോൾ അവർ ആദ്യം ഐ കോണ്ടാക്ട് മേടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്മൈൽ ചെയ്യുന്നു, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അവരോടൊന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നു. ഇവിടെ നിൽക്കുന്ന ഇവൻ പിന്നെയും അവന്റെ റാറ്റ് ബ്രെയിൻ പറയുന്നത്, പിന്നെയും അവന്റെ ആ റാറ്റ് ബ്രെയിൻ, കാരണം ഇതുവരെ ഇത്രയും വണ്ണം വെപ്പിച്ച, ഇത്രയും സ്മാൾ ഡിക്ക് ഉണ്ടാക്കിയ, ഇത്രയും അൺഅട്രാക്റ്റീവ് ആക്കി, ഇത്രയും പെൺകുട്ടികൾ ഇഷ്ടപ്പെടാത്ത, ആരും അവരുടെ ഫ്രണ്ട് സൈക്കിളിൽ വേണമെന്ന് ആഗ്രഹിക്കാത്ത, വീട്ടുകാർക്ക് പോലും ഒരു പ്രയോജനമില്ലാത്ത ഈ റാറ്റിനെ പിന്നെയും ആ റാറ്റിന്റെ ബ്രെയിൻ പറയുന്നത് തന്നെയാണ് അവൻ കേൾക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ട് അവന്മാർ കേൾക്കുന്നില്ല. സോ നമുക്ക് ചെയ്യേണ്ടത്, അവന്മാരുടെ കൂട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണോ നമുക്ക് വേണ്ടത്? അവരുടെ കൂട്ട് ഡിപ്രസ്ഡ് ആയിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണോ നമുക്ക് വേണ്ടത്? ആണോ? അല്ല, അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ അല്ല നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈഗിളിന്റെ സൈഡിലേക്ക് വരണം. ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ നടത്തിയിരിക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. ഈ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ നടത്തിയിരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ബി എ ഈഗിൾ. നിങ്ങളോട് പറയുന്നത് 100% ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. എനിക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. ഞാനും അങ്ങനെ കാണുമ്പോൾ എല്ലാ സ്ട്രേഞ്ചറിനോടും ഞാൻ കയറി സംസാരിക്കത്തില്ല. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനല്ലോ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കയറി സംസാരിക്കും. ഐ ഡോണ്ട് കെയർ. ആ പ്രത്യേകിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഒരു നല്ലൊരു പെൺകൊച്ചിനെ കാണുന്നത് ഞാൻ കയറി സംസാരിക്കും. ഐ ഡോണ്ട് കെയർ. അത്രേ ഉള്ളൂ. രണ്ടും ആണെങ്കിലും ഐ ഡോണ്ട് കെയർ. സോ ആ മെന്റാലിറ്റി ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഇതിനെ പേടിച്ച് നിന്നിട്ട് അയ്യോ എനിക്ക് അസുഖമുണ്ട് എന്ന് നിന്നിട്ട് കാര്യമില്ല ബ്രോ. നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ എങ്ങും എത്താൻ പോകാത്തതിന് കാരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, ഇവിടെ നമ്മളുണ്ട് ഈ സിറ്റുവേഷൻ എടുത്തു, ഒന്നും കൂടെ നിങ്ങളൊന്ന് എടുത്തു. ഈ സിറ്റുവേഷനിൽ ആർക്കായിരിക്കും മോർ ഗേൾസ് ഉള്ളത്? ആർക്കായിരിക്കും മോർ മണി ഉള്ളത്? ഒരു 5 വർഷം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ ഇത് ചെയ്യുന്ന ഒരാൾക്കായിരിക്കുമോ കൂടുതൽ സുന്ദരിയായ പെൺകുട്ടികൾ കിട്ടുക? ഇത് ചെയ്യുന്ന ഒരാൾക്കായിരിക്കുമോ കൂടുതൽ പൈസ കിട്ടുക? ഇത് ചെയ്യുന്ന ഒരാൾക്കായിരിക്കുമോ കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത്? ഇപ്പോൾ നിങ്ങൾ ഡിപ്രസ്ഡ് ആണ്, സാഡ് ആണ്, ലോൺലി ആണെങ്കിൽ ഇത് ചെയ്യുന്ന ഒരാൾക്കായിരിക്കുമോ കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത്? ഞാൻ പറയുന്നത് നിങ്ങളോട് ഫിലിമേക്ക് വിളിക്കുമ്പോൾ വരുന്ന ഫ്രണ്ട്സിന്റെ കാര്യമല്ല, റിയൽ ഡീൽ ഫ്രണ്ട്സ്. ഓക്കെ, എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും ഉള്ള ഒരാളൊന്നുമല്ല. ബട്ട് എനിക്കുള്ളത് കുറച്ച് പേരേ ഉള്ളൂ. അവർ ഗുഡാണ്. ഞങ്ങൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷെ വിളിക്കുന്ന സമയത്ത് ആ ഫീലിംഗ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ടൈപ്പുള്ള ഫ്രണ്ട്സ് ആണ് എനിക്കുള്ളത്. എനിക്ക് അതേ സമയത്ത് എക്സ്ട്രോവേർട്ട് ആവാനും പറ്റും. എനിക്കിപ്പോൾ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിൽ, എവിടെയെങ്കിലും സിനിമയ്ക്ക് പോകണമെങ്കിൽ എനിക്ക് ആരുടെ കൂടെ വേണമെങ്കിലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര അഡാപ്റ്റിംഗ് കപ്പാസിറ്റി എനിക്കുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് വരുന്നത്? ഞാനൊരു ആംബിവേർട്ട് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് വരുന്നത്. ഒരേ സമയം തന്നെ എനിക്ക് ഇൻട്രോവേർട്ട് ആവാനും ഒരേ സമയം തന്നെ എനിക്ക് എക്സ്ട്രോവേർട്ട് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ എനിക്ക് നിങ്ങളിൽ വേണ്ടത് അത് തന്നെയാണ്. എനിക്ക് നിങ്ങളെ ബിൽഡ് ചെയ്തെടുക്കേണ്ടതും അത് തന്നെയാണ്. ഓക്കെ, സോ ഇത് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും കൂടുതൽ നെറ്റ്വർക്ക് ഉള്ളത്, അല്ലെ? നിങ്ങൾ ഇത് എന്നോട് ബിലീവ് ചെയ്യും, നിങ്ങൾ ഇത് എന്നോട് എഗ്രി ചെയ്യും. ബട്ട് ഇവനോ, ഈ റാറ്റിന് എന്താണുള്ളത്? ഇവൻ എന്താണ് കിട്ടുന്നത്? ഇവൻ പിന്നെയും അവന്റെ ബ്രെയിൻ, ആ മണ്ട ബ്രെയിൻ, ഇവൻ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ പൈസ ഇല്ലാതെ, ആരും റെസ്പെക്ട് ചെയ്യാതെ, വീട്ടുകാർക്ക് ഒരു പ്രയോജനം ഇല്ലാതെ, ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലാതെ, ഡിപ്രസ്ഡ് ആയിട്ട്, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ഈ റാറ്റ്
ആ ബ്രെയിൻ പറയുന്നതാണോ നിങ്ങൾ കേൾക്കുന്നത്, അതോ ഈഗിളിന്റെ ബ്രെയിൻ പറയുന്നതായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്? ടെൽ മീ. സോ അതുകൊണ്ട് ബ്രോ ഞാൻ പറയുന്നു, ഇതത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ മാത്രം ചെയ്ത് നിങ്ങളുടെ ഇൻട്രോവേർട്ടിനെസ് മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയ ഒരാളാണ് നിങ്ങളോട് പറയുന്നത് മാറ്റാൻ പറ്റും. നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കൂ, ഈ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടും, നിങ്ങൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നിട്ടും, നിങ്ങൾ നിങ്ങളുടെ ഫീലിംഗ് ഇത്രയും നേരം പിടിച്ചിരുത്തി വെച്ചിട്ടും, നിങ്ങൾ ഇതിനൊരു ആക്ഷനബിൾ സ്റ്റെപ്പായിട്ട് ഈ 3 കാര്യം ചെയ്യാതെ വേറെ ഒരു 10-200 വീഡിയോ കണ്ടിട്ട് ഒരു പ്രയോജനവും, ഐ എം ഗ്യാരണ്ടിങ് യു, ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ബ്രോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ബ്രോ ചെയ്യേണ്ടത്? യു നീഡ് ടു ടേക്ക് ആക്ഷൻ. അതിന് എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര രൂപ മേടിച്ചാലും, എത്ര കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നാലും, എത്ര പ്രൈവറ്റ് ആയിട്ട് നിങ്ങളെ വിളിച്ച് എന്റെ വീട്ടിൽ ഇരുത്തി നിങ്ങളെ പഠിപ്പിച്ചു തന്നാലും ഒരിക്കലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് EZ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് കുറെ ദൂരം പോകാനുണ്ട്, കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇത് ജസ്റ്റ് ബിഗിനിങ് മാത്രമാണ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ലെയർ ആയിട്ട് ചെയ്യണം. എനിക്ക് മനസ്സിലായി നിങ്ങളെ പെയിൻ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. ഐ എം ടെല്ലിങ് യു ഗൈസ്, ഐ എം ടെല്ലിങ് യു, നിങ്ങൾക്ക് ഇതുപോലൊരു സിറ്റുവേഷനിൽ നിന്നും സാഡായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഇതുപോലൊരു സിറ്റുവേഷനിൽ നിന്നും ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് എല്ലാവരോടും സംസാരിക്കുന്ന, പെൺകുട്ടികളോട് സംസാരിക്കുന്ന ഒരു എനർജറ്റിക് ആയിട്ട്, ഒരു കാരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറാൻ പറ്റും. അങ്ങനെ പറ്റാത്ത ഒരാളുമില്ല, പറ്റാത്ത ഒരാൾ പോലുമില്ല. ഓക്കെ, സോ അത് മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ അത്രയും അയൺ ഗ്ലാഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ്ലി പറയുന്നത്. ഐ കോണ്ടാക്ട്, സ്മൈൽ ആൻഡ് വാട്ട്, എന്താണ് ചെയ്യേണ്ടത്? കോംപ്ലിമെന്റ്, ഗീവ് എ കോംപ്ലിമെന്റ്. ഞാൻ പറഞ്ഞു, അത് സോഫ്റ്റൻ ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സിനോട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് മനസ്സിലായി. ജസ്റ്റ് ഗീവ് എ കമന്റ്. നിങ്ങളുടെ ഫീലിംഗ് ആയിരിക്കാം, നിങ്ങൾക്ക് തോന്നിയ കാര്യമായിരിക്കാം, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്ന കാര്യമായിരിക്കും. എന്റെ വീഡിയോ പൊട്ടത്തരമാണ്, കൊള്ളത്തില്ല, ഇവൻ പൊട്ടനാണെന്ന് പറഞ്ഞ വീഡിയോ ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ കമന്റ് ചെയ്യാൻ പറയുന്നു എന്ന് വെച്ചാൽ എന്റെ വീഡിയോ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, ഇനി കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്, അതിനുവേണ്ടിയാണ് കമന്റ് ബോക്സ് എന്നൊരു സ്കീം തന്നെ ഉള്ളത്. സോ ആ 100% ഒതന്റിക് ആയിട്ട് കമന്റ് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾ എനിക്ക് വേണ്ടി തരിക. അതുപോലെ തന്നെ ഇത് പ്രധാനപ്പെട്ടതാണ്. വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെന്റിൽ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ഏത് ടോപ്പിക്കും ഒരു സ്പെസിഫൈ ചെയ്ത് ബ്രോ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ വേണം, എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരിക്കും. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന ഡേറ്റ് വരെ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കും. സോ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലായി. ബി ഹാപ്പി. ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. യു വിൽ നെവർ വാക്ക് അലോൺ ബിക്കോസ് വി ആർ ദ Z ഗ്രൂപ്പ്. ദിസ് ഈസ് നോട്ട് ദ എൻഡ്, ദിസ് ഈസ് ദ ബിഗിനിങ്. ലവ് യു ബ്രദർ. പോട്ടെ.